ഹായ് എവരി വൺ, ദിസ് ഈസ് മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സോ കളങ്കാവൽ എന്ന് പറഞ്ഞ പുതിയ പടത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നോൺ സ്പോയിലർ റിവ്യൂ ആണ്, ഒരിക്കലും ഒരു സ്പോയിലറും തരുന്നില്ല. ആൻഡ് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് തോന്നിയത് ഇറ്റ് വാസ് എ ഗുഡ് മൂവി. ഒരു നല്ല സിനിമയാണ്. ഒരു വളരെ മികച്ച സിനിമയല്ല, ഒരു മാസ്റ്റർ പീസ് അല്ല, ഒരു മോശൻ സിനിമയല്ല, ഒരു ആവറേജ് സിനിമയല്ല, ഒരു നല്ല സിനിമ. ഒരു ഗുഡ് ഇനഫ് സിനിമയായിട്ട് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് തോന്നിയത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് പോസിറ്റീവ്സ് പറയാം, നെഗറ്റീവ്സ് പറയാം. ബട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഡിസിഷൻസിനെ കുറിച്ചാണ്. ഡിസിഷൻ നമ്മുടെ ഈ ടീം എടുത്ത ഡിസിഷൻസിനെ കുറിച്ച്. കാരണം വിനായകൻ, മമ്മൂട്ടി ആൻഡ് അതിൻ്റെ പ്രൊമോഷൻ തുടങ്ങി അതിൻ്റെ തുടക്കം മുതലേ ദേ ഓൾവേസ് മേക്ക് ഷുവർ വിനായകൻ കംസ് ഫസ്റ്റ്. വിനായകനാണ് ആദ്യം പറയുന്നത്, വിനായകൻ എന്നാണ് അവർ അവതരിപ്പിച്ചത്. സോ അങ്ങനെ ഒരു ഡിസിഷൻ, താങ്ക് യു ഫോർ ദാറ്റ് ഡിസിഷൻ. കാരണം ഐ ആം എ ബിഗ് വിനായകൻ ഫാൻ ആൻഡ് ഐ ആം എ ബിഗ് മമ്മൂക്ക ഫാൻ. ബട്ട് പുള്ളി ഐ ഐ ഹാറ്റ്സ് ഓഫ് ടു ഹിം. കാരണം ഇങ്ങനെ ഒരു ഡിസിഷൻ വേറൊരു സൂപ്പർ സ്റ്റാറും ഇന്ത്യയിൽ തന്നെ ആരും ചെയ്യില്ല. കാരണം ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മലയാള സിനിമ ടോപ്പ് ആവുന്നത്. സോ താങ്ക് യു ഫോർ ദിസ് കോൺട്രിബ്യൂഷൻ ടു സിനിമ. ഇങ്ങനൊരു ചിന്തക്ക് നന്ദി. അതെനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടി വരും ഈ ഒരു റിവ്യൂന്ന്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ഡിസിഷൻസിനും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിനും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാള സിനിമ മറ്റ് ഇൻഡസ്ട്രീനെക്കാട്ടും വേറിട്ട് നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇങ്ങനത്തെ ഒരു സിനിമ ഒരിക്കലും വേറൊരു ഇൻഡസ്ട്രിയിൽ സംഭവിക്കില്ല, ഇങ്ങനൊരു സ്റ്റാർ പവർ റീസൺ കാരണം. സോ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറയാനും അതാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനും തോന്നുന്നത്. സോ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ചാണ്. ഡെഫിനറ്റ്ലി ഇതിന് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞത് വളരെ നല്ല സിനിമയാണ്, അത് കാരണം വളരെ നല്ല പോസിറ്റീവ്സ് ഉണ്ട്. ബട്ട് ഇതിന് മാസ്റ്റർ പീസോ അല്ലെങ്കിൽ ഒരു ആവറേജോ അതൊക്കെ അതിൽ നിന്നൊക്കെ വിട്ടുമാറാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പേസിങ് ആണ്. ഓഫ് കോഴ്സ് അത് നെഗറ്റീവ്സിൽ പറയാം, പക്ഷേ പോസിറ്റീവ്സിൽ ആദ്യം എടുത്ത് പറയേണ്ടത് മമ്മൂക്കാസ് പെർഫോമൻസ്, മമ്മൂട്ടീസ് പെർഫോമൻസ്, ദ മെഗാ സ്റ്റാർ. പുള്ളിയുടെ പെർഫോമൻസ് വാസ് അമേസിങ്. വളരെ നല്ല അഭിനയം എന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ മികച്ചതായിട്ട് എന്തോ കണ്ടു അങ്ങനെയൊന്നുമില്ല. വളരെ നല്ല അഭിനയം, വളരെ നല്ല ബോഡി ലാംഗ്വേജ്. പുള്ളി മോസ്റ്റ്ലി ബിഹേവിയറിലാണ് മെയിൻ. ബിഹേവിയറായിട്ട് നന്നായിട്ട് ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ. ഇവർ നന്നായിട്ട് അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. വളരെ വേറിട്ടായിട്ടൊന്നും കാണിച്ചില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു കഥാപാത്രം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായിട്ട് അഭിനയിക്കുന്നു. അതാണ് മമ്മൂട്ടി ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് വിനായകനും ചെയ്തേക്കുന്നത്. വിനായകൻ്റെ പെർഫോമൻസ് ഈസ് സോ ഫാർ ഈസ് വെരി ഡിഫറെൻറ്റ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. വളരെ കൺട്രോൾഡ് പെർഫോമൻസ്. കാരണം പുള്ളിയെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പുള്ളി എന്ന വ്യക്തി, വിനായകൻ എന്ന വ്യക്തിക്ക് പുള്ളിനെ കുറിച്ചൊരു ധാരണയുണ്ട്. അത് വളരെ ആപ്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇൻ്റർവ്യൂവിൽ വരെയും പുള്ളി പറഞ്ഞിട്ടുണ്ട്, എന്നെ വളരെ പിടിച്ച് വെച്ച് അഭിനയിപ്പിച്ച പടമാണ്. അത് ശരിക്കും ഈ പടത്തിൽ ഫീൽ ചെയ്യും. പുള്ളിയുടെ അഭിനയം തുടങ്ങുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തതാണ്. പുള്ളി വളരെ പിടിച്ചാണ്. പുള്ളിക്കാണെങ്കിൽ ഭയങ്കര കയ്യും കാലം കണ്ണ് അഭിനയിക്കുന്ന ആളാണ്. പക്ഷേ പുള്ളിനെ വളരെ പിടിച്ച് അഭിനയിപ്പിച്ച പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം അത് ശരിക്കും വിസിബിളാണ് പടത്തിൽ. ആൻഡ് വിനായകനല്ലാതെ വേറെ ആര് അങ്ങനെയും ചിന്തിക്കാമായിരുന്നു എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ഐ എം എ ബിഗ് വിനായകൻ ഫാൻ, ബട്ട് വേറൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റുന്ന റോൾ തന്നെയാണ്. പക്ഷേ പുള്ളി ഇത് ചെയ്തപ്പോൾ പുള്ളിയുടെ രീതിയിൽ ചെയ്ത കാരണം ഇറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് ഐ എം ഗ്ലാഡ് ഇതുപോലത്തെ ഒരു സിനിമയിൽ ഇതേപോലത്തെ സിനിമ കാണാൻ കഴിഞ്ഞതും പുള്ളിയുടെ ഒരു അഭിനയം കാണാൻ കഴിഞ്ഞതും. ഐ എം എ ബിഗ് ഫാൻ. കമ്മട്ടിപ്പാടം മുതൽ തന്നെ പുള്ളിയുടെ അപ്രിഷിയേഷൻ കിട്ടുന്നതിനൊക്കെ നമുക്ക് വളരെ നല്ല സന്തോഷമാണ്. പുള്ളി നല്ല അഭിനയം കാണാൻ നല്ല രസമാണ്. പുള്ളിയുടേതായ രീതിയിൽ ചെയ്യും. സോ ബോത്ത് ഓഫ് ദം റിയലി ഗുഡ്. അവരിൽ ഒന്നിനൊന്നും വെച്ച് നിൽക്കുന്നതൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. ആരും വെച്ച് നിന്നൊന്നും എനിക്ക് പറയാനില്ല. ഇത് വെരി വെരി ഈക്വൽ ഇൻ ദിസ് ഫിലിം. അത് മെഗാസ്റ്റാറിനോടൊപ്പം പിടിച്ചേക്കുക എന്നുള്ളതിന് ഇറ്റ്സ് എ ബിഗ് തിങ്. ആൻഡ് ബോത്ത് ഓഫ് ദർ പെർഫോമൻസ് ഇസ് എ സിൽവർ ലൈനിങ്. ഈ പടത്തിൻ്റെ ഇവരുടെ അഭിനയം തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കാര്യം ഉള്ളത്. പിന്നെ ഇതിൻ്റെ സ്കോർ കൊള്ളാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓഫ് കോഴ്സ് ആ പഴയ പാട്ടുകളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന രീതി, അത് പടം കണ്ടവർക്കറിയാം. അത് പ്ലേസ്മെൻറ്റ് ചെയ്ത രീതികൾ സൂപ്പറായിരുന്നു. ഈ ഒരു ചില മൂമെൻറ്റിലൊക്കെ ഭയങ്കര ഓവർ സ്കോർ ചെയ്തതുപോലെ തോന്നി. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഓഫ് കോഴ്സ് അത് നെഗറ്റീവ്സിൽ പറയാം. ബട്ട് ചില മൂമെൻറ്റിലൊക്കെ സ്കോർ ഇതുവരെയും കേൾക്കാത്തൊരു സ്കോർ ആൻഡ് മ്യൂസിക് പ്ലേസ് ചെയ്ത രീതി അതെല്ലാം വളരെ നല്ലതായിരുന്നു. എഡിറ്റിംഗ് ചില പ്രശ്നങ്ങളുണ്ട്. ആൻഡ് അതിനൊക്കെ പ്രശ്നങ്ങൾ ഇത് തന്നെ പറയാം. പ്രശ്നങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് എഡിറ്റിംഗ്. ചില മൊമെൻറ്റ്സിലൊക്കെ ഒരു സെക്കൻഡ് കൂടിയാൽ പോലും നമുക്കത് വളരെ വിസിബിൾ. അത് തുടക്കത്തിൽ നമുക്ക് നന്നായിട്ട് വിസിബിളാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവനെ കിട്ടി, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അവനെ കിട്ടി എന്നിട്ടാണ് കട്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ്സിലുള്ള അത് വളരെ വിസിബിളാണ്. അത് എഡിറ്റിങ്ങിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. അങ്ങനെ കുറേ പോരായ്മ പിന്നെ ഉണ്ടാകും. പക്ഷേ സ്റ്റോറി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. ആൻഡ് ഇതിൻ്റെ വേറൊരു നെഗറ്റീവിൻ്റെ ഡ്രാഗ്.
പടം 2 മണിക്കൂർ 2.25 എനിക്കറിയില്ല, പക്ഷെ പടം 2.5 മണിക്കൂറൊക്കെ ഫീൽ ചെയ്യും. ശരിക്കും ഭയങ്കര ഡ്രാഗായിരുന്നു. കുറേ മൊമെൻറ്റ്സൊക്കെ കുറേ ഡ്രാഗായിരുന്നു. ആൻഡ് OTT കണ്ടാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ ബോറടിക്കും, ശരിക്കും ബോറടിക്കും. കാരണം വെച്ചാൽ കുറേ ഡ്രാഗ് എലമെൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെ ഉണ്ട്. ആൻഡ് പിന്നെ ഓഫ് കോഴ്സ് മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് മെയിൻ നെഗറ്റീവ്. ഇതിൻ്റെ ഡ്രാഗിങ്ങും അതിൻ്റെ അത്ര ത്രില്ലിംഗ് ആയിട്ട് ചില മൊമെൻറ്റ്സ് തോന്നി. ത്രില്ലിംഗ് ഉള്ള പല മൊമെൻറ്റ്സിലൊക്കെ നല്ലോണം ത്രില്ലിംഗ് ആണ്, പക്ഷേ മെജോറിറ്റി ഓഫ് ദി മൊമെൻറ്റ്സ് ത്രില്ലിംഗ് അല്ല. അതൊക്കെ കൊണ്ടാവാം ഇതൊരു മാസ്റ്റർ പീസ് ആകുന്ന ഒരു അടിപൊളി പടമാണ്. ഈ വർഷത്തിലെ ഏറ്റവും മികച്ച പടങ്ങളിലൊന്ന് ഇതുണ്ട്, പക്ഷേ ഏറ്റവും മികച്ച പടമല്ല. വർഷം തീരാറായി, ബട്ട് ഡെഫിനറ്റ്ലി ടോപ്പ് 10 ബട്ട് ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. ഇറ്റ്സ് നോട്ട് എ ബാഡ് ഫിലിം. ഇറ്റ്സ് ഒരു ആവറേജ് പടമൊന്നുമല്ല, നല്ല സിനിമയാണ്, പക്ഷെ വളരെ മികച്ച സിനിമയല്ല, ഒരു മാസ്റ്റർ പീസ് അല്ല. ചിലപ്പോൾ എന്തൊരു ഹൈപ്പ് കൊണ്ട് ഞാൻ കണ്ടതായിരിക്കും. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ വീഡിയോയിൽ തംബ്നെയിലും അതൊക്കെ എഴുതിയിട്ടുണ്ട്. തംബ്നെയിലല്ല, ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഇറ്റ്സ് നോട്ട് എ മാസ്റ്റർ പീസ്, ബട്ട് എൻ്റെ ഹൈപ്പ് ഡെഫിനറ്റ്ലി എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈപ്പ് കണ്ട് പോകുന്നവർക്കും അത് എഫക്റ്റ് ചെയ്യാതിരിക്കട്ടെ. കാരണം ദിസ് ഈസ് എ നൈസ് മൂവി. വളരെ നല്ല സിനിമയാണ്, വളരെ നല്ലതായിട്ട് അഭിനയിച്ച സിനിമയാണ്. കുറേ മൊമെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ. ചില മൊമെൻറ്റ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ജോ ഡ്രോപ്പിംഗ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട് പടത്തിൽ. അതെല്ലാം നല്ലൊരു പോസിറ്റീവ്സ് തന്നെയാണ്. അത് ഡെഫിനറ്റ്ലി ഈ പടത്തിന് ഹെൽപ്പ് ചെയ്യട്ടെ, വിജയങ്ങൾ കണ്ടെത്തട്ടെ. ആൻഡ് ഇത്രനേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.